ഇവര് ജർമ്മനിയിൽ വെച്ചാൽ കണ്ടുമുട്ടിയത്. എൻ്റെ ഫ്രണ്ടായിരുന്നു ആൻ്റണി. അങ്ങനെ അനന്യ ആൻ്റണീനെ കാണുന്നത്. എനിക്ക് ഫസ്റ്റ് മീറ്റ് ചെയ്തപ്പോഴേ ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാനത്ര അടിപൊളിയായിരുന്നു. അതുകൊണ്ടല്ല, അവിടെ ചേട്ടന്മാരെല്ലാവരും തുള്ളണ സമയത്ത് ആന്റണി ചേട്ടൻ അവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ആന്റണി ചേട്ടന് കുക്കിംഗ് കണ്ടിട്ട് അന്നെ ഇംപ്രസ് ആയ. ആദ്യം സൈലന്റ് ആയിട്ട് ഒരിടത്ത് മാറി നിൽക്കുന്ന കുക്കൊക്കെ ചെയ്യുന്ന പാർട്ടിയുടെ ഇടയ്ക്ക്. അപ്പൊ ഞാനത് നോട്ടീസ് ചെയ്തായിരുന്നു ആ ടൈമില്. പിന്നീടാണല്ലോ നമ്മൾ കുറച്ചും കൂടി കമ്പനി ആവുന്നതൊക്കെ. ചേട്ടനും ഫാമിലി പേഴ്സണാണ്, അങ്ങനെ ചില്ല് ചെയ്ത് അങ്ങനെ നടക്കുന്ന ഒരാളല്ല. എൻ്റെ വൈബിന് പോലെയൊക്കെയാണ് തോന്നുന്നത്. ആദ്യം മെസ്സേജ് അയക്കലായിരുന്നു. ആദ്യം അങ്ങനെ കമ്പനിയൊന്നും ആയിരുന്നില്ല, മെസ്സേജ് അയക്കൽ മാത്രമായിരുന്നു. പിന്നെ മെസ്സേജ് അയച്ച് കമ്പനിയായി. എനിക്ക് രാത്രി ലേറ്റായിട്ട് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ വർക്ക് കഴിയണവരെ ആൾ നോക്കിയിരിക്കാൻ തുടങ്ങി. നോക്കിയിരിക്കണ്ടപ്പോൾ ഒരു ദിവസം ചോദിച്ചു, അത് എന്തിനാ ഇങ്ങനെ കോൾ ചെയ്യണം, എന്തിനാ ഇങ്ങനെ നോക്കിയിരിക്കണമെന്ന് വെച്ചാൽ എനിക്ക് എന്താണെന്ന് അറിയില്ല എന്നുള്ള രീതിക്ക് പറഞ്ഞു. പിന്നെയാണ് തോന്നുന്നു എനിക്കും ചെറുതാണ്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എന്ന് ഞാനും ഓർത്തു. മിശിഹായുടെ നിയമവും തിരുസഭ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി അനന്യയെ ഭാര്യയായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. അനന്യ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ആന്റണിയെ ഭർത്താവായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ ഫസ്റ്റ് പപ്പയുടെ അടുത്ത് പറഞ്ഞു. പപ്പൻ പറഞ്ഞു പ്രായമാവട്ടെ, കൊച്ചല്ലേ, പഠിക്കുക, അതിനുശേഷം നോക്കാമെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അമ്മയ്ക്ക് ആന്റണി ചേട്ടനെ അറിയാം, ചേട്ടൻ പറഞ്ഞിട്ടുള്ള അറിവുണ്ട്. എനിക്കറിയില്ല ഇതെങ്ങനെ സംഭവിച്ചു, പക്ഷേ ഐ എം ഹാപ്പി ഫോർ ദാറ്റ്. ഞാൻ ഇതുവരെ അവളുടെ പേര് വിളിച്ചിട്ടില്ല. അവളുടെ പേര് അനന്യ എന്നാ. ഞാൻ അവളെ എപ്പോഴും വാവാന്ന് വിളിക്കുന്നത്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ട് അതാ. More than a sister, she's my best friend. आँखों में तेरी मैं यूं गुम हुआ
എനിക്കൊരു വലിയ ആഗ്രഹമാണ്, എനിക്കൊരു മോനുണ്ടാവണമെന്ന്. ഞാൻ അന്തോണി സുന്നാളിനോട് പ്രാർത്ഥിച്ചു. ഞാൻ പല നൊവേനകളും കൂടി അന്തോണി സുന്നാളിനോട് പ്രാർത്ഥിച്ചു, എനിക്കൊരു മോനെ കിട്ടണം. ഞാൻ അന്തോണി സുന്നാളിൻ്റെ പേരിട്ട് ആൻ്റണി എന്ന് തന്നെ വിളിച്ചേക്കാം, വേറൊരു പേരും വിളിക്കില്ല, ആൻ്റണി എന്ന് തന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് എനിക്ക് എൻ്റെ പുണ്യാളെ എനിക്ക് എൻ്റെ മോനെ തന്നു. എൻ്റെ മോനെ കിട്ടിയപ്പോൾ ഞാൻ അതീവ സന്തോഷമാണ്. तेरा साथ दूं हर पल अभी वादा मेरा ये जान लो मेरे साथ तू अब है यही जाने न दूं उसका तेरी तेरा मैं हुआ മൊമെന്റ്സിന് വേണ്ടി കുറെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അവള് കുറെ ഹാർഡ് വർക്ക് ചെയ്തു, വെയിറ്റിംഗ് ആയിരുന്നു. അപ്പൊ അത് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് എല്ലാം നല്ല രീതിയിൽ നടന്നതിൽ വളരെ സന്തോഷം. ആന്റണി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി അനന്യയെ അവന്റെ ഭാര്യയായി സ്നേഹിക്കുന്നു. അനന്യ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ആന്റണിയെ എന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ വന്നപ്പോഴാണ് എൻ്റെ ലൈഫിൽ കുറച്ചും കൂടി മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങി. ഇപ്പം കുറച്ച് സമയം ഫാമിലിക്കായിട്ട് കണ്ടെത്തുന്നതായാലും എനിക്കായിട്ട് കണ്ടെത്തുന്നതായാലും അങ്ങനെയുള്ളൊരു കുറച്ചും കൂടി സമയം കിട്ടി വന്നപ്പോൾ ശരിക്കും വെരി ഹാപ്പി ഫോർ ഹെർ. ചേച്ചി ആഗ്രഹിച്ച പോലത്തെ ഒരു ലൈഫ് ചേച്ചിക്ക് കിട്ടട്ടെ. ചേച്ചിക്ക് ഇഷ്ടമുള്ള ഒരാളെ തന്നെ ചേച്ചിക്ക് കല്യാണം കഴിക്കാൻ പറ്റി, അതിൽ ഒരുപാട് സന്തോഷം. I feel brand new. I feel so young and I feel so on top of the world and I feel so I feel alive and I feel so I feel so അവന് കിട്ടിയതും നല്ലൊരു ലൈഫ് പാർട്ട്ണർ തന്നെയാണ് അനന്യ. നല്ലൊരു കുട്ടിയാണ് അവള്. എല്ലാവരുമായിട്ടും നല്ല പോലെ വർത്താനം പറയാനാണെങ്കിലും എന്തായാലും ഞങ്ങളുടെ ഫാമിലിയിലേക്ക് പുതിയതായിട്ട് വരുന്ന അനന്യനും നല്ല പോലെ വെൽക്കം ചെയ്യുന്നു.